ഹലേബിഡു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ നേരെ മുൻവശത്തുള്ള മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അന്തരീക്ഷം മേഘാവൃതമായിട്ടുണ്ട്. മഴ എത്രയും പെട്ടെന്ന് വരുന്നതാണ് നമ്മുടെ സുഹൃത്തായ സുബേദാർ ഭദ്രഗൗഡ സാർ പറയുന്നത്. ഇനി കാണാനുള്ളത് മ്യൂസിയം തൊട്ടടുത്തുള്ള തടാകമാണ്. അത് മുഴുവൻ കണ്ടു തീർക്കുന്നതിന് മുന്നേ തന്നെ മഴ വരുന്നതാണെന്ന് അന്തരീക്ഷം കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി തന്നെ വലിയൊരു മൈതാനിയാണ്. മൈതാനിയുടെ നടുവിലൂടെ കരിങ്കൽ കല്ല് പാകിയ ഒരു വഴിയിലൂടെയാണ് നമ്മൾ മ്യൂസിയത്തിലേക്ക് പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് മ്യൂസിയം. ആ ഓടിട്ട് കാണുന്നതാണ് മ്യൂസിയം. അപ്പം മ്യൂസിയം കണ്ടു തീർക്കാനുള്ള സമയമുണ്ടോ എന്നറിയത്തില്ല. അതിനു മുമ്പ് മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങി പോകും. കുടയുണ്ട്, കുട വണ്ടിയിലാണ് വെച്ചിട്ടുള്ളത്. മ്യൂസിയത്തിൻ്റെ ബോർഡാണ്. അപ്പോൾ മ്യൂസിയത്തിലേക്ക് കയറാൻ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഓൺലൈൻ ടിക്കറ്റാണ്. ക്ഷേത്രപ്രവേശനത്തിന് ടിക്കറ്റില്ല. വാഹനം പാർക്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ മ്യൂസിയത്തിലേക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കയറണം. മ്യൂസിയത്തിനകത്ത് നമുക്ക് ചിത്രീകരണം പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വെളിയിൽ നിന്നുള്ള ഒരു ചിത്രീകരണം മാത്രമേ നടക്കത്തുള്ളൂ. നമ്മൾ ഇവിടുന്ന് ദൂരെ കാണുന്നത് ബാഹുബലിയുടെ പ്രതിമയാണ്. ജൈനമത വിശ്വാസികളുടെ ഒരു ആരാധനാമൂർത്തി. ബുദ്ധമതക്കാരുടെ ബുദ്ധനെ പോലെ ജൈനമതക്കാരുടെ ബാഹുബലിയാണ്. ആക്രമണത്തിൽ തകർക്കപ്പെട്ട ഒരുപാട് ശില്പങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. കണ്ടാലും കൊതി തീരാത്ത അത്രയും മനോഹരമായ ശില്പങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഈ മ്യൂസിയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് മ്യൂസിയത്തിന് വെളിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമകളുടെ അവശിഷ്ടങ്ങളാണ്, തകർക്കപ്പെട്ട പ്രതിമകൾ. ഈ മ്യൂസിയത്തിന് വെളിയിലായിട്ട് രണ്ട് പ്ലാറ്റ്ഫോം കിട്ടി, രണ്ട് സ്ഥലത്തായിട്ട് പൂർണ്ണമായും കമ്പിവേലികളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ പ്രതിമകളുടെ അവശിഷ്ടങ്ങളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം പ്രതിമകൾ ഇവിടെ തകർക്കപ്പെട്ടു. 2 പ്രാവശ്യത്തെ ആക്രമണത്തിൽ വിധേയായ ഒരു ക്ഷേത്രം എന്ന് സങ്കല്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആഘാതം എത്രയായിരിക്കുന്നത്. 2 പ്രാവശ്യത്തെ ആക്രമണത്തിലും പൂർണ്ണമായി കൊള്ളയടിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത അത്ഭുതകരമായ കരിങ്കൽ നിർമ്മിതികളാണ് ഈ അവശിഷ്ടങ്ങളായി ഇവിടെ നിലകൊള്ളുന്നത്. ഇവയിലൊന്നും പൂർണ്ണരൂപത്തിലല്ല, എല്ലാത്തിനും അംഗഭംഗം സംഭവിച്ചതാണ്.
പെട്ടെന്ന് തന്നെ മഴ വന്നു. പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വാഹനത്തിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ ഹലേബിഡു ക്ഷേത്രത്തോട് വിടവാങ്ങി നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ വണ്ടി എടുത്ത് നമ്മളെ സുഹൃത്തായ സുബേദാർ ഭദ്രഗൗഡ സാറിൻ്റെ വീട്ടിലേക്ക്, അതായത് ബേലൂരിലേക്ക് യാത്ര തിരിച്ചു. പടിഞ്ഞാറ് വഴി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് പാർക്കിംഗ് ഉള്ളത്. അവിടെയാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. യാത്രാമധ്യേ ബേലൂർ നഗരത്തിലൂടെ പോകുമ്പോൾ ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ എംബ്ലം വഴിയിൽ കാണാനിടയായി. ഒരു കാലത്ത് ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്ന ഹലേബിഡു നഗരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹലേബിഡു നഗരത്തോട് വിട പറഞ്ഞ് നമ്മൾ നേരെ യാത്ര തിരിക്കുന്നത് ബേലൂർ എന്ന സ്ഥലത്തേക്കാണ്. ഈ ബേലൂരാണ് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്. നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നതും സാറിൻ്റെ വീട്ടിലായിരിക്കും. 2 വർഷം കഴിഞ്ഞാൽ മകൻ്റെ കല്യാണമുണ്ട്. മകൻ്റെ കല്യാണത്തിനുള്ള ക്ഷണം ഇപ്പോഴേ തന്നു കഴിഞ്ഞു. അങ്ങനെ ബേലൂർ നമുക്കൊരു 2ാമത് വരവും കൂടി ഉണ്ട്. ഇപ്പം തൽക്കാലം നമ്മൾ ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്.